മലപ്പുറം തേഞ്ഞിപ്പലം കൊളത്തോട് മോലഞ്ചേരി ഭഗവതി ക്ഷേത്ര തീർത്ഥക്കിണർ അശുദ്ധമാക്കാൻ ശ്രമം. ക്ഷേത്രക്കിണറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗ്രിൽ ഇളക്കി മാറ്റി. കിണറിൽ നിന്ന് അമ്പലത്തിലേക്ക് വെള്ളം കൊണ്ടുപോയിരുന്ന വഴി ചെങ്കല്ലുകൊണ്ട് അടച്ചു. ക്ഷേത്ര വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തേഞ്ഞിപ്പലം പോലീസിൽ ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സോണൽ, എപ്പോഴായിരുന്നു സംഭവം നടന്നത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? ഇന്നലെയോട് കൂടിയിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. വർഷങ്ങളോളം പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്, പവിത്രമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനോട് ചേർന്ന തീർത്ഥ കിണറും സംരക്ഷിച്ചു പോകുന്നത് ഏകദേശം 100 വർഷങ്ങൾക്കിപ്പുറമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായി പറയേണ്ടത് ഈ ക്ഷേത്ര കിണറും ഈ ക്ഷേത്രവും തമ്മിൽ ഏകദേശം 50 മീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ക്ഷേത്ര കിണർ സംരക്ഷിച്ചു പോന്നിരുന്ന ഗ്രില്ലിന്റെ ഭിത്തിയും അതുപോലെ തന്നെ അതിന് ചുറ്റും ഉപയോഗിച്ചിരുന്ന വല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര കിണറിലേക്ക് വരുന്ന വഴി പൂർണ്ണമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെങ്കല്ല് കൊണ്ട് ലോഡ് ചെയ്ത് ആ വഴി തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഈ കിണറിലെ ജലം ഉപയോഗിക്കുന്നത് ശ്രീകോവിലിലെ പൂജയ്ക്കും മറ്റും വേണ്ടി മാത്രമാണ് ഈ കിണറിലെ ജലം ഉപയോഗിക്കുന്നത്. വർഷങ്ങളായിട്ട് ആ കിണർ സംരക്ഷിച്ചു പോരുന്നതും ഈ കിണറിലെ ജലം ഉപയോഗിക്കുന്നതും ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ക്ഷേത്ര ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നിലവിൽ ഒരു ചർച്ചയ്ക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളെ പോലീസ് വിളിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച എന്നുള്ളതാണ് ഈ വിശ്വാസികളും ക്ഷേത്ര ഭാരവാഹികളും പറയുന്നത്. കാരണം 100 വർഷത്തിലിപ്പുറം 100 വർഷത്തോളം പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മേലഞ്ചേരി ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണറിലാണ് ഇത്തരത്തിൽ അശുദ്ധമാക്കാനുള്ള ശ്രമം നടന്നത് എന്നുള്ള ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഇതിന് പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭഗവതി ക്ഷേത്രത്തിൽ, അതായത് മോലാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നും നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്നാൽ ഈ കിണറുമായി ബന്ധപ്പെട്ട കിണറിന് സമീപത്തെ ഒരു വീടുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ നിലവിൽ കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ വരുന്ന 21-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വഴി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര തീർത്ഥ കിണറിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ട് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും വിശ്വാസികൾക്കിടയിൽ വലിയൊരു പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായിട്ടൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം. ഈ ഒരു ശ്രമം, ഈ ക്ഷേത്രകുളം ഇങ്ങനെ അശുദ്ധമാക്കാനുള്ള ശ്രമം, വഴിയും വെട്ടിപ്പൊളിക്കുന്നു അല്ലെങ്കിൽ ചെങ്കൽ കൊണ്ട് അടച്ച് തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കമൊക്കെ ആസൂത്രിതമെന്നാണോ വിശ്വാസികളുടെ സംശയം? അങ്ങനെയുള്ള സംശയമാണോ അവർ മുന്നോട്ട് വയ്ക്കുന്നതും? അങ്ങനെ തന്നെ വേണം നമുക്ക് നോക്കിക്കാണാൻ. കാരണം ഈ കിണറിന്റെ പരിസര പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കോടതി സ്റ്റേ വരെ നൽകിയ വിഷയമുണ്ട്. ഈ കേസ് കോടതി 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി തിരൂർ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. കാരണം വിശ്വാസികളെ ഇത്തരത്തിൽ വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് വിഷയങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നുള്ള ഒരു ആരോപണം ഇതിനോടകം തന്നെ ക്ഷേത്ര ഭാരവാഹികൾ, സംരക്ഷണ സമിതി ഭാരവാഹികൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം ഇത്തരത്തിൽ വർഷങ്ങളോളമായി ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു തീർത്ഥ കിണറാണ്. വർഷങ്ങളായി ആ കിണർ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കിണറിനെയാണ് അശുദ്ധമാക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. ഈ കിണറിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അശുദ്ധപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഈ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ഈ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലെ പ്രധാന ചടങ്ങുകൾക്കും മറ്റുമെല്ലാം തന്നെ ഉപയോഗിക്കുന്ന വെള്ളം ഈ കിണറിൽ നിന്ന് എടുക്കുന്നതാണ് എന്നുള്ളതാണ്. പാത്രം മറ്റ് കാര്യങ്ങൾക്കെല്ലാം തന്നെ മറ്റ് കിണറുകൾ അല്ലെങ്കിൽ മറ്റു മാർഗമാണ് വെള്ളത്തിന് ഉപയോഗിക്കുന്നതെങ്കിലും പവിത്രമായിട്ടുള്ള പൂജ വിധികൾക്കും മറ്റും വെള്ളം തീർത്ഥമെടുക്കുന്നത് ഈ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കിണർ സംരക്ഷിച്ചു പോരുന്നതും 100 വർഷത്തോളം സംരക്ഷിച്ചു പോകുന്നതുമെല്ലാം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിന്മേൽ എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ പോലീസുമായിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്.